ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ജീവിച്ച് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ, ഈ കൃപ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ കൂട്ടായിരിക്കണമേ. ഔസ്യപിതാവേ, നീ സഹായിക്കണമേ. വചനം ഇങ്ങനെ പറയുന്നു, ലൂക്ക 2:34. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. ഇവൻ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. വിശുദ്ധ ചാൾസ് വാങ്കയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ചാൾസ് വാങ്കയെക്കുറിച്ച് നമുക്കറിയാം, ഒരു ആഫ്രിക്കൻ വിശുദ്ധനാണ്. ഉഗാണ്ട എന്നൊരു രാജ്യത്തിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. വളരെ ചെറു പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ചാൾസ് വാങ്ക. നമുക്കറിയാം, ആദിമ സഭ മുതൽ, അതായത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ആദിമസഭ രൂപം കൊണ്ട കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ ഒരു രക്തസാക്ഷിത്വത്തിന് ഒരു കുറവില്ലാതെ ഈ സഭ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു, ഈ രക്തസാക്ഷികളുടെ ഈ ചുടുനിണത്തിന്മേലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അത് ഇന്നും നിലനിന്ന് പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി ക്രൈസ്തവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് പോലും ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു പര്യായമാണ്. ഒരു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം അതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു രക്തസാക്ഷിത്വം തന്നെയാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി വധിക്കപ്പെടുന്നു. അതിനെയാണ് നോർമലി എല്ലാവരും രക്തസാക്ഷിത്വം വഹിക്കുക എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക തന്നെ നമ്മളെ കൊല്ലലാണ്. ശരിക്കും എൻ്റെ ഉള്ളിലെ ഞാനെന്ന സാധനത്തിനെ കൊല്ലലാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് മരണമടഞ്ഞ ഒരു വ്യക്തിയാണ് ചാൾസ് വാങ്ക. ചാൾസ് വാങ്ക ജനിച്ചത് ജനുവരി 1, 1860. ചാൾസ് വാങ്ക മാമോദിസ സ്വീകരിക്കുന്നത് നവംബർ 15, 1885. ജനിച്ചത് 1860. 25-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിക്കുന്നു. നവംബർ 15, 1885 ചാൾസ് വാങ്ക മാമോദിസ സ്വീകരിക്കുന്നത്. ഈ സ്വീകരിക്കാൻ ഇടയായ ഒരു സംഭവം ഇതാണ്. ഇവരൊരു ആഫ്രിക്കൻ കൺട്രിയാണ് ഉഗാണ്ട. നമുക്കറിയാം, ഒത്തിരിയേറെ പട്ടിണിയും ആഭ്യന്തര യുദ്ധവും ഒക്കെ കൊണ്ട് പ്രസിദ്ധമായ ഒരു രാജ്യമാണ് ഉഗാണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിലേക്ക് വൈറ്റ് മിഷണറിമാർ, വൈറ്റ് ഫാദേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന മിഷണറിമാർ നമ്മുടെ ലൂർദിൽ നിന്ന് അവർ ആ ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടൊക്കെ അടുക്കുമ്പോൾ അവർ പതുക്കെ ഉഗാണ്ടയിലേക്ക് കയറി ചെല്ലുന്നു. പതുക്കെ ക്രിസ്തു മതത്തിൻ്റെ മൂല്യങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ അന്ന് ക്രിസ്ത്യാനിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അന്നത്തെ അവിടെ ഒരു ഗോത്ര രാജാവ് ഇതിനെ ഭയങ്കരമായിട്ട് ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഈ ഗോത്രങ്ങളാണല്ലോ, ഒരു ആഫ്രിക്കൻ വംശജർ മുഴുവൻ ഗോത്രങ്ങളായിട്ടാണ് അത് ജീവിക്കുന്നത്. അവർ ആരാധിക്കുന്ന ദൈവം, അവരുടെ ഒരു കമ്മ്യൂണിറ്റി, അതിലെ മത നേതാക്കളൊക്കെ ഈ രാജാവിനോട് ഇങ്ങനെ പരാതി പറയുകയും അങ്ങനെ വലിയൊരു മതപീഡനം അവിടെ ഇങ്ങനെ അഴിച്ചുവിടുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ആ രാജ്യ സദസ്സിൽ ജോസഫ് മുഗാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ക്രിസ്തുമതം സ്വീകരിച്ച്, അയാളുടെ കുറേ അനുയായികളെല്ലാം ക്രിസ്തുമതം സ്വീകരിച്ച്, അങ്ങനെ ഒരു ഭൂരിഭാഗം ക്രിസ്ത്യാനികളെ കൂട്ടിയിരിക്കുന്ന സമയത്ത് ഈ ജോസഫ് മുഗോസ് എന്ന് പറഞ്ഞ ഈ നേതാവിനെ, അത് രാജ്യസദസ്സിലെ ഒരു നേതാവ് കൂടിയായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങനെ തീയിലിട്ട് വധിച്ചു. അപ്പോൾ ആ വധത്തോടു കൂടി എല്ലാം ഇങ്ങനെ ഭയപ്പെടും, തിരിച്ച് ആ പഴയ ഗോത്രവിശ്വാസത്തിലേക്ക് ജനങ്ങളെത്തും എന്നായിരുന്നു ഈ രാജാവിൻ്റെ ഒരു കണക്കൂട്ടൽ. ആ കണക്കൂട്ടലെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മരണത്തോടു കൂടി, ഈ ഒരു രക്തസാക്ഷിത്വത്തോടു കൂടി അവിടുത്തെ വീണ്ടും ആ സഭ ശക്തിപ്പെടുകയാണ്. ആ സഭ അങ്ങ് വളരാൻ തുടങ്ങി. അങ്ങനെ വളരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു സംഭവം നടക്കുകയാണ്. അതിൽ പ്രധാനികളായ ഒരു 22 പേരെ പിടിച്ച് ഒരുമിച്ച് തീക്കകത്തിട്ട്
ചുട്ടു കൊന്നുകളഞ്ഞു. അതിലൊരാളാണ് ഈ ചാൾസ് വാങ്ക. ചാൾസ് വാങ്ക മരണപ്പെടുന്നത് ജൂൺ 3, 1886 മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് ഏതാനും മാസങ്ങൾക്കകം രക്തസാക്ഷിത്വം വഹിച്ച ഒരു മഹാവിശുദ്ധൻ ചാൾസ് വാങ്ക. മാമോദിസ സ്വീകരിക്കുന്നത് നവംബർ 15, 1885, മരിക്കുന്നത് ജൂൺ 3, 1886. ആ ഇങ്ങനെ തീ ഇങ്ങനെ ചുട്ടു പൊള്ളുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ ചാൾസ് വാങ്ക ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് ഭയങ്കര പ്രസിദ്ധമാണ്. അതിങ്ങനെയാണ്, അതായത് ഞാൻ ഈ എരിത്തീക്കകത്ത് ചുട്ട് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഇച്ചിരി വെള്ളം തരുവാണെങ്കിൽ അതുപോലെ വേണം നിങ്ങൾ മാമോദിസ സ്വീകരിക്കാൻ. കാരണം ആ ഒരു ജലം അങ്ങനെ വേണം, ഒരു തീക്കകത്ത് നിന്ന് വേണം നമ്മൾ മാമോദിസ സ്വീകരിക്കാൻ. അത് വലിയ പ്രശസ്തമായ ഒരു കോട്ടാണ് ചാൾസ് വാങ്കയുടെ. അങ്ങനെ മരണപ്പെട്ട ഒരു മഹാവിശുദ്ധനാണ്. ആ 22 പേരുടെ കൂടെ ഒരുമിച്ച് അവരൊരു തീക്കകത്ത് മരണപ്പെട്ടതിൽ ഒരാളാണ്. അതിലൊരു ആയിരുന്നു ഈ ചാൾസ് വാങ്ക. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ വധിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അല്ല, ഒരു ക്രിസ്തുവിൻ്റെ മൂല്യത്തെ മുറുകെ പിടിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ജനങ്ങളിങ്ങനെ എതിർക്കുന്നത്? ഈ ബൈബിൾ മുഴുവൻ നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കാത്തൊരു ഗ്രന്ഥം, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു ഗ്രന്ഥം, ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു തന്ന ഒരു നേതാവ്, ഒരു ദൈവം, 7ന് 70 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞ ഒരു ദൈവം, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി തന്നെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത ഒരു ദൈവം, അങ്ങേയറ്റം കുരിശിൽ അവസാനത്തുള്ള രക്തം പോലും ചിന്തി എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടി അതുപോലും അർപ്പിച്ച ഒരു ദൈവത്തിൻ്റെ കാര്യം പറയുന്ന പുസ്തകം, ജീവിത മൂല്യങ്ങൾ ഉയർത്തുന്ന ഒരു ഗ്രന്ഥം, മനുഷ്യനെ ക്വാളിറ്റിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഒരു ഗ്രന്ഥം. ഇത് വായിച്ച് ജീവിക്കുന്നവരെ എന്തുകൊണ്ടാണ് ഇതുപോലെ വേട്ടയാടപ്പെടുന്നത്? ആദിമ സഭ തുടങ്ങി ഇങ്ങനെയാണല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ന്യൂറോ ചക്രവർത്തിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യാനികളായ ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളെ നേരെ പിടിച്ചിട്ട് ഈ ടാറിനകത്ത് ഈ ചാക്ക് കെട്ടും, ചണച്ചാക്ക് കൊണ്ട് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് മുറുക്കിയിട്ട് ഈ ടാറിനകത്ത് മുക്കും. എന്നിട്ട് ജീവനോടെ ഇതുങ്ങളെ കത്തിച്ചിട്ട് ഇങ്ങനെ വഴിവിളക്കാട്ട് പൊക്കി നിർത്തും. അങ്ങനെ 100-150 ജീവശവങ്ങൾ വഴിവിളക്കായി കത്തി എരിഞ്ഞിരുന്ന ഒരു കാലഘട്ടമൊക്കെ സഭയ്ക്കുണ്ടായിരുന്നു. അതിന് ഒരിക്കലും പഞ്ഞം സംഭവിച്ചിട്ടില്ല. കാരണം ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ലോകത്തിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ പീഡനങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് വിശ്വാസം ക്ഷയിക്കപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വിശ്വാസം ആളിക്കത്തുന്നു. വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം ജനങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു. ഒരാൾ വധിക്കപ്പെടുമ്പോൾ 1000 പേര് ഉണരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ശിമയോൻ എന്നൊരു പ്രവാചകൻ ഉണ്ണിയായ ഈശോയെ കരങ്ങളിലേന്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അമ്മയായ മറിയത്തോട്, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അതായത് വചനം മാംസം ധരിച്ച്, വചനത്തെയാണല്ലോ പരിശുദ്ധ അമ്മ മാംസം ധരിച്ചത്, ആ വചനത്തെയാണല്ലോ പ്രസവിച്ചത്. ആ വചനമാകുന്ന ഉണ്ണിയെ കരങ്ങളിലേന്തി ശിമയോൻ പറഞ്ഞതാണ്, ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. ഇനി നമ്മൾ വചനം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും, ഈ കേൾക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനും ഒക്കെ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിളിലെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കും. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇത് ചേഞ്ച് ആക്കും. വേറെ എന്ത് മോട്ടിവേഷണൽ കാര്യം
വായിച്ചാലും ഇനി വേറെ എന്ത് മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ കുറേ ഇൻഫർമേഷൻസ് കിട്ടും, കുറേ ഹിസ്റ്ററി നമുക്ക് പഠിക്കാം. പക്ഷേ ഓൺലി ഇൻ ദ ബൈബിൾ ഇതിനകത്ത് ഒരു സംഭവമുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് യെശയ്യാ 34:16 പറയുന്നത്. അതായത് ബൈബിളിലെ വചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കില്ല. യെശയ്യാ 34:16 പറയുന്നു, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കില്ല, ഒന്നിനും തുണയുണ്ടാകാതിരിക്കില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് വചനങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇതിലെ വചനങ്ങൾ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഒരു വചനം പോലും പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഇതിനെ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡാണ് ഈ വചനങ്ങൾ എന്ന് പറയുന്നത്. കാരണം ദൈവമായ കർത്താവ് അരുൾ ചെയ്തു വെളിച്ചമുണ്ടാവട്ടെ, അത് വചനമാണ്. വെളിച്ചമുണ്ടാവട്ടെ, ഉണ്ടായി, അവിടെ ഒരു ആക്ടിവിറ്റി സംഭവിച്ചു. അത് സംഭവിക്കാതിരിക്കത്തില്ല ഒറ്റ വചനം പോലും. നിന്റെ കെട്ടുകൾ അഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിയപ്പെട്ടിരിക്കും. നീ കെട്ടിയാൽ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ അഴിച്ചാൽ സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചിരിക്കും. അത് സംഭവിക്കും, സംഭവിക്കാതിരിക്കില്ല. കാരണം അതാണ് വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കാരണം അത് പരിശുദ്ധാത്മാവാണ്, അത് ചെയ്യും. അത് റെസ്റ്റ് ഇല്ലാത്ത സാധനം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സാധനം. അതങ്ങനെ തന്നെ സംഭവിക്കും. എന്നെ ശക്തനാക്കുന്നുള്ള എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് വചനം നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റും. കാരണം നീ ചെയ്യാൻ തുടങ്ങും. കാരണം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. കാരണം ആ വചനം ഫലം ചൂടാൻ തുടങ്ങും. അങ്ങനെ ഫലം ചൂടാൻ തുടങ്ങി കഴിയുമ്പോൾ നിൻ്റെ മൈൻഡ് ട്രാൻസ്ഫോം ആകാൻ തുടങ്ങും. നീ തിന്മയിൽ നിന്ന് നന്മയിലേക്കൊരു യാത്ര ആരംഭിക്കാൻ തുടങ്ങും. നിൻ്റെ ചെയ്തികളെല്ലാം നന്മയായി വരും. റിസൾട്ട് ഓറിയൻറ്റഡ് ആവും. നിൻ്റെ ചെയ്തികൾക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങും. 10 ഇരട്ടി 100 ഇരട്ടി നീ ആ റിസൾട്ട് ഇങ്ങനെ കൊയ്യാൻ തുടങ്ങും. നിനക്ക് അതിനുള്ള സമയമൊന്നും വേണ്ട അധികം. നീ ഇങ്ങനെ വളരാൻ തുടങ്ങും. 10 വർഷം 20 വർഷം കൊണ്ട് വളരുന്നത് 2 വർഷം കൊണ്ടൊക്കെ വളരും. അത് പലരുടെയും ഇടർച്ചയ്ക്ക് കാരണമാകും, പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. നീ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാഗ്നറ്റ്, ഒരു കാന്തത്തിൻ്റെ അടുത്ത് ഒരു ഇരുമ്പാണി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇരുമ്പാണിയിലേക്ക് ഈ കാന്തിക ശക്തി ചെന്ന് ഈ ഇരുമ്പാണി അതിനെ അബ്സോർവ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഇരുമ്പാണിയും കാന്തമായി മാറും. ഇതുപോലെ തന്നെയാണ് ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളും അഭിഷേകത്തിലേക്ക് വരാൻ തുടങ്ങും. ഒരു തീ കുണ്ടത്തിൻ്റെ നടുക്ക് അല്ലെ തീ കുണ്ടത്തിൻ്റെ സൈഡിൽ നമ്മൾ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചൂട് അടിച്ചടിച്ച് നമ്മുടെ ദേഹത്ത് തൊട്ടാലും തീ പൊള്ളുന്ന പോലെ പൊള്ളും എന്ന് പറയുന്ന പോലെയാണ് ഈ കൃപ അഭിഷേകം എന്നൊക്കെ പറയണത്. കാരണം അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളും തീയാവും. ഇതുപോലെ അങ്ങനെ തീയായ ഒരു വ്യക്തി ഒരു വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിയെ തീ പിടിപ്പിക്കും. അങ്ങനെ തീയായ ഒരു വ്യക്തി ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് മാറാൻ തുടങ്ങും. അവൻ്റെ ലൈഫ് ക്വാളിറ്റി ആവും. അവൻ സംസാരിക്കുന്നത് ക്വാളിറ്റി ആയിരിക്കും. അവൻ്റെ ബിസിനസ് രക്ഷപ്പെടും. അവിടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. അവൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. അവൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഭവനത്തിൽ സമാധാനം സ്ഥാപിക്കാൻ തുടങ്ങും. അവിടെ രോഗങ്ങളൊക്കെ വിട്ടുമാറിപ്പോകും. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തിയിൽ അവർ നടക്കാൻ തുടങ്ങും. അങ്ങനെ നടക്കാൻ തുടങ്ങുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അതേ ക്വാളിറ്റിയിലേക്ക് അയാളെയും പിടിച്ചുയർത്തും. അതാ പലരുടെയും ഉയർച്ചയ്ക്ക് ഇവൻ കാരണമാകും. വചനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ഇത് തന്നെയാവും. പലരുടെയും ഉയർച്ചയ്ക്ക് നമ്മൾ കാരണമാകും. ഞെട്ടും പലരും. കാരണം അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ, അടിമത്തത്തിൽപ്പെട്ടവരെയൊക്കെ നമ്മളിങ്ങനെ മോചിപ്പിക്കാൻ തുടങ്ങും. അല്ലെ, ഈ നമ്മുടെ മിഷണറിമാരൊക്കെ എന്താ ചെയ്യണത്? അവർ യേശു എത്താത്ത ദേശങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവിടെ ചെറിയൊരു ഷെഡൊക്കെ അടിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു പുതിയൊരു കൾച്ചറാണ്. ഒരാളെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടുകൂടി ഒരു പുതിയൊരു കൾച്ചറിലേക്ക് ആ വ്യക്തിയെ അപ്സ്കിൽ ചെയ്യുന്നത് അല്ലെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. കാരണം ഒരു പുതിയൊരു കൾച്ചർ രൂപപ്പെട്ട് വരിക. കാരണം ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മൈൻഡ് അല്ല പ്ലസ് 2കാരൻ്റെ മൈൻഡ്. വ്യത്യാസമുണ്ട്. അതല്ല ഒരു ഡിഗ്രിക്കാരൻ്റെ, അതല്ല ഒരു PGക്കാരൻ്റെ. ഈ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അത് ഇസ്രായേൽ ജനങ്ങളാണ്. എന്ത് കണ്ടുപിടുത്തമാവട്ടെ, ടെക്നോളജി ആവട്ടെ,
സോഷ്യൽ മീഡിയ ആവട്ടെ, ഇൻ്റർനെറ്റിലൂടെ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബിസിനസ്സിലാവട്ടെ, എല്ലാത്തിലും ഏറ്റവും ടോപ്പ് പന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ. അവരുടെ ഒരു എഡ്യൂക്കേഷൻ ഗ്രാഫ് ഉണ്ട്. അതിൽ മോർ ദാൻ 78% ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്. ഇന്ത്യയിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ ഇസ്രായേലുകാരാണ്. ഇനി മോർ ദാൻ 95% ആൾക്കാർ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്. മോർ ദാൻ 99% ആൾക്കാർ ഈ +2 കഴിഞ്ഞവരാണ്. 10+2 പഠിച്ച് കഴിഞ്ഞവരാണ് അവർ. ഇനി വിദ്യാഭ്യാസമില്ലാതെ അപൂർവം ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. കാരണം അതുകൊണ്ടാണ് അവരുടെ കാരണം ഒരു PG ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ അങ്ങ് മാറും, ചെയ്യുന്ന ഷാർപ്നെസ് ഒക്കെ അങ്ങ് മാറും. എനിക്കൊക്കെ വ്യക്തിപരമായ അനുഭവം ഉള്ളത്. കാരണം ഞാനൊക്കെ BTech കഴിഞ്ഞപ്പം ചെയ്ത ഒരു ഷാർപ്നെസ്സിലും ചിന്തയിലും അല്ല MTech കഴിഞ്ഞപ്പം ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. കാരണം ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യം അല്ല. അതൊരു പുതിയൊരു സംരംഭത്തിന്, പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുക. ആ ഒരു ജനസമൂഹത്തിൽ നിന്ന് ഒരു പുതിയൊരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുക. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പനെയൊക്കെ ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അപ്പനൊക്കെ കൂലിപ്പണിക്കാരാണ്. എസ്റ്റേറ്റിൽ തുച്ഛമായ ശമ്പളത്തിന് കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്നവരാണ്. അപ്പനൊന്നും പഠിച്ചിട്ടില്ല. 2ാം ക്ലാസ് 2 ദിവസം പോയിട്ടുള്ളൂ. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. അവിടെയൊക്കെ എൻ്റെ അപ്പൻ്റെ സ്വപ്നത്തിൻ്റെ അപ്പുറമാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. കാരണം അവിടെയൊക്കെ പഠിച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ആ എസ്റ്റേറ്റിൽ നിന്ന് ഒരാൾ ഒരു എൻജിനീയർ ആവുന്നത്. അത് ഞാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആ ഒരു പഴയ കൾച്ചറ് കാര്യങ്ങൾ, അവിടത്തേക്കൊരു രീതി ഇങ്ങനെയാണ്. അതായത് 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞ് ആരും പഠിക്കാൻ പോവില്ല, അപ്പോഴേ എസ്റ്റേറ്റിലേക്ക് ജോലിക്കിറങ്ങും. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണ്, അവിടെ വിട്ട് വേറൊരു ലോകം അവർക്കില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് കയറി. കാരണം ആ ഒരു കൾച്ചറിന്, ഒരു സമ്പ്രദായത്തിന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരുവാണ്. അത് എഡ്യൂക്കേഷനെ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എഡ്യൂക്കേഷനാണ് ഈ മിഷണറിമാരൊക്കെ ചെന്ന് കൊടുക്കുന്നത്. അത് പലരെയും വിഷയം ഉണ്ടാക്കിപ്പിക്കും. കാരണം പലരുടെയും കാര്യം നടക്കില്ല. കാരണം ഈ ജനങ്ങളെ അടിമപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അടിച്ചമർത്തി പിഴിഞ്ഞാണ് ഈ ബാക്കിയുള്ളവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അടിച്ചമർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തു വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ്. കാരണം അങ്ങനെ ഒരു കൾച്ചറിലേക്ക് അവരെ മാറ്റിയെടുക്കും. ഇത് തന്നെ അന്ന് ആഫ്രിക്കയിൽ സംഭവിച്ചത്. വൈറ്റ് ഫാദേഴ്സ് എന്ന് പറഞ്ഞ മിഷണറിമാർ അവിടെ ചെന്നിട്ട് ഈ ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ഈ രാജ്യത്ത് ചെന്നിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ഇങ്ങനെ ക്വാളിറ്റി ലൈഫിലേക്ക് നയിക്കാൻ തുടങ്ങി. അവർ പാപത്തിൽ നിന്നെല്ലാം പിന്തിരിയാൻ തുടങ്ങി. ഒരു നന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് മാറാൻ തുടങ്ങി. അവരുടെ ജീവിതം പയ്യെ 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 പച്ച പിടിക്കാൻ തുടങ്ങി. അതിന് ക്രിസ്ത്യാനികളുടെ എണ്ണം പയ്യെ പയ്യെ കൂടാൻ തുടങ്ങി. അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വരാൻ തുടങ്ങി. അത് പലരെയും ഭാരപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് ഹെറോദോസ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ വധിക്കാനായിട്ട് ഓർഡർ ഇട്ടത്. കാരണം അങ്ങനെ ഒരാൾ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ സ്ഥാനത്തിന് തടസ്സമാണ്. ഇത് തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ഥാനം, ധനം, അല്ല പേര്, പ്രശസ്തി, ഇതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ അടിമകൾ എന്നും അടിമകളായിട്ട് തന്നെ കഴിയണം. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലരും നമ്മൾ കാരണം വീഴും. ഉയർന്നു നിൽക്കുന്നു എന്ന് കാണുന്നവർ തെറിക്കും. കാരണം ഇവരെ എല്ലാം ചവിട്ടി താണ്ടിക്കൊണ്ട് വിജയം നൽകാൻ കഴിവുള്ള ഒരു കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒരു സാധാരണ ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. തൻ്റെ അങ്കുലി ചലനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ തന്നെ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനെ കഴിഞ്ഞും ശക്തനായ ഒരു ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള ഒരു വ്യക്തിയോ ശക്തിയോ ഞാൻ ഭയക്കേണ്ട ആവശ്യമില്ല. എന്നെ ഭീതിപ്പെടുത്താൻ പറ്റത്തില്ല. എൻ്റെ വിജയത്തെ തടയാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ ആ തടയാൻ വരുന്നവനെ പോലും സൃഷ്ടിച്ച ഒരു കർത്താവാണെന്ന ഒരു ബോധ്യത്തിലാണ് ഞാനൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം ഓരോ ക്രിസ്ത്യാനികളും നീങ്ങാനായിട്ട്. അങ്ങനെ നീങ്ങുന്നവരെ ഒന്നും ഒരിക്കലും തടയാൻ പറ്റില്ല.
അവർ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവരെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കുള്ള എബിലിറ്റിയിൽ അവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. അവരെ തടസ്സപ്പെടുത്താനായിട്ടാണ് ഈ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ എല്ലാം ഉണ്ടാവുന്നത്. കാരണം അവരുടെ നാമം പോലും ഇനി കേൾക്കാൻ പാടില്ലെന്നാണ് ചിന്തിക്കുന്നത്. നീ ഭൂമുഖത്ത് അവരവശേഷിക്കാൻ പാടില്ല എന്ന് കരുതിയാണ് ഈ വധിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഒരാൾ വീണാൽ 1000 പേര് എണീക്കും. കാരണം വീഴുന്നവൻ ഒറ്റയ്ക്കല്ല വീഴുന്നത്, അവൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തുവുണ്ട്. പൗലോസ് അപ്പോസ്തലനൊക്കെ എക്സാമ്പിളാണ്. ക്രിസ്തുവിന് വേണ്ടി ഇവൻ എന്തുമാത്രം സഹിക്കും എന്ന് നീ കാണും. അപ്പോസ്തലന്മാർ, വിശുദ്ധർ ഈ കാലഘട്ടങ്ങളിൽ പോലും എന്തുമാത്രം മതപീഡനങ്ങളാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ്. ഈ ഒരു ക്വാളിറ്റി ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി, നല്ലൊരു കൾച്ചർ രൂപപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇതുപോലുള്ള മിഷണറിമാർ, കർത്താവിന് പകർന്നു കൊടുക്കുന്നവരാണ് വധിക്കപ്പെടുന്നവർ. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറെടുക്കുന്നവർ അന്നും ഇന്നും അതിന് ആ രക്തസാക്ഷ്യത്തിന് ഒരു കുറവില്ലാതെ കർത്താവ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കും ഇവരോടൊക്കെ പ്രാർത്ഥിക്കാം. കാരണം സഭയ്ക്ക് വേണ്ടി ആദ്യമേ തൊട്ട് എനിക്ക് തോന്നുന്നു കർത്താവ് ജനിച്ചു വീണ സമയം തൊട്ട്, ആ കുഞ്ഞി പൈതങ്ങൾ തൊട്ട്, അവിടെ തുടങ്ങിയതാണ്. ആ കുഞ്ഞി പൈതങ്ങൾ തൊട്ട് ഇന്ന് വരെ ഈ സഭയിൽ രക്തസാക്ഷിത്വം വഹിച്ച ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ വിശുദ്ധനായ ചാൾസ് വോങ്കയെ നമ്മൾ പ്രത്യേകം ഓർക്കാം. കാരണം ഏതാനും നാളുകൾ മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഒരു വ്യക്തി. ആ ഏതാനും നാളുകൾക്കുള്ളിൽ, ഏതാണ്ട് മാസങ്ങൾ മാത്രം, എനിക്ക് തോന്നുന്നു ഒരു 8 മാസക്കാലം മാത്രം, 8 മാസം ഇല്ല, ഏതാണ്ട് ഒരു 7 മാസം 6.5 മാസം കാലം മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആ വ്യക്തിയിൽ പോലും ഇതുപോലെ കത്തുന്നൊരു വിശ്വാസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ അപ്പുറം പോകാനുള്ളൊരു കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അവിടെ എത്തണം. ഇനി മരിക്കേണ്ടി വന്നാലും അത് ക്രിസ്തുവിന് വേണ്ടി മരിക്കണം, ക്രിസ്തുവിൻ്റെ മൂല്യത്തിന് വേണ്ടി മരിക്കണം, അവൻ്റെ നിലപാടുകൾക്ക് വേണ്ടി മരിക്കണം. അങ്ങനെ ഒരു രക്തസാക്ഷിത്വം വഹിച്ച് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപ സ്വർഗം തുറക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപ കർത്താവെ നീ തരണമേ. ഒരു ക്രിസ്തുവിൻ്റെ മൂല്യമനുസരിച്ച്, അവൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക എന്നത് പോലും ഒരു രക്തസാക്ഷിത്വമാണല്ലോ. കർത്താവെ, അങ്ങനെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും നിന്നെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപ കർത്താവെ ഞങ്ങളുടെ സഭയ്ക്ക്, സമൂഹത്തിന്, ഞങ്ങൾക്കെല്ലാം നീ തന്ന് അനുഗ്രഹിക്കണമേ. രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഔസ്യ പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.